ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയ ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസിൻ്റെ കൂടെ മിനിയൂട്ടിയിൽ പോയ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി, ദോശ, സെറ്റ് ദോശ, അതുപോലെ വെള്ളപ്പം ഒക്കെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ വലിയ കൂടുതലൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ കൂടുതൽ മാവ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ 2 ദിവസത്തിലുള്ള മാവ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് പകുതി എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കും. ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശയും പിന്നെ അതുപോലെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ റെഡ് ചട്നി ഉണ്ടല്ലോ, അതുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മാവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ മാവിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ മാവ് അരച്ച് വെച്ചൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെറുതെ ജസ്റ്റ് ദോശ ഇടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ബ്ലോഗാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷേ ചട്നിയുടെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇതിനു മുമ്പ് ഷെയർ ചെയ്യാത്തൊരു ചട്നിയാണ്. അപ്പോൾ അതുകൊണ്ട് മാവ് ഞാൻ ഒരു വേറെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തന്നെ ദോശ ചുടണ്ട, ചട്നി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദോശ ചുട്ടാൽ മതി. ബാക്കിയുള്ള മാവ് നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കട്ടോ. പുളി കൂടണ്ട, വേഗം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഉപ്പിട്ട് വെക്കരുത് കേട്ടോ. ഉപ്പിട്ട് വെച്ചാൽ പുളി കൂടിപ്പോവും. അത് എടുക്കുന്ന ദിവസം ഉപ്പിട്ടിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് എടുക്കാനുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തട്ടുകട സ്റ്റൈലിലുള്ള ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 4-5 വറ്റൽമുളകും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും വറ്റൽമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വറ്റൽമുളകും കൂടി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. ആ ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ വഴന്ന് വരണം. വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഫ്രീസറിലുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഐസാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കെറ്റിലിൽ നിന്ന് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഐസൊക്കെ ഒന്ന് മെൽട്ടായി വരും. നിങ്ങൾ സാധാരണ തേങ്ങ ചിരവിയത് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാത്ത തേങ്ങയാണെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ എണ്ണയിൽ നിന്ന് ഈ ഒരു പിന്നെ ചുവന്നുള്ളിയും അതുപോലെ ഇഞ്ചിയും അതുപോലെ വറ്റൽമുളകും കൂടി മാത്രം എടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൽ എണ്ണ ആയി തന്നെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് ലാസ്റ്റ് വറവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് നമുക്ക് പിന്നെ നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പോലെ അരയണം കേട്ടോ. അത്യാവശ്യം നല്ല പോലെ അരയണം ചട്നിക്ക്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലൊന്നും പോരാ. നല്ല അരഞ്ഞെങ്കിലേ നമുക്ക് ആ ഒരു ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പിന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. കാരണം ഈ നമുക്ക് ചട്നിയുടെ ആ ഒരു ഇതാണ് വേണ്ടത്, ഒരു അളവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കെറ്റിലിൽ നിന്ന് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചട്നിയുടെ ഒരു പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചട്നിയിൽ ഒന്ന് വറവിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടില്ല. ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ തന്നെ അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ചുവന്നുള്ളിയും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നെയ്യാണ് കേട്ടോ. നല്ല പ്യൂർ ഗീ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഈ ചട്ടീൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ചട്നി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറോ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചട്നിയുടെ കറക്റ്റ് ഇത് കിട്ടില്ല. ഒരു കാരണവശാലും തിളക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇതിലോട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതും പിന്നെ ബാക്കി വെള്ളം ഒഴിച്ചതൊക്കെ നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ചട്ടിയുടെ ചൂട് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചട്നി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഉപ്പിട്ടിട്ടില്ല. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചട്നി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും സെറ്റ് ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കി എടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇനി ദോശയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് മാവ് ഒന്നും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടാവുന്ന സമയത്ത് നമുക്കൊരു തവി മാവ് ഒഴിച്ചിട്ട് ദോശ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂട് വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ദോശ കിട്ടുക. ചൂട് കുറവായാൽ ദോശ നന്നാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഇത് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് നല്ല നെയ്യുണ്ടെങ്കിൽ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലായാലും മതി. ഗീ റോസ്റ്റ് ആകുമ്പോൾ നെയ്യിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ഒഴിച്ചാലാണ് നല്ല ഈ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പ്യൂർ ഗീ തന്നെ ഉണ്ടെങ്കിൽ അതന്നെ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഓയിൽ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഗീ ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ദോശ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ദോശ ചുടാൻ. അപ്പോൾ ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കാം. നമ്മൾ കഴിക്കാനിരിക്കുന്ന സമയത്താണ് ഇത് ചുട്ട് തുടങ്ങേണ്ടത് കേട്ടോ. മാവൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. ആരാണോ ആദ്യം വരുന്നത് അവർക്ക് ഓരോരോ ദോശ ഇങ്ങനെ ചുട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് ഇന്ന് കഴിക്കാൻ തുടങ്ങണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചൂടോടുക്ക ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ചട്നിയും കൂടി കഴിക്കുമ്പോൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇതുപോലെ മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിന്നറിനായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും തയ്യാറാക്കാൻ പറ്റുന്നൊരു ദോശയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ദോശയൊക്കെ കഴിച്ചിട്ട് ആണ് ഞങ്ങളിന്ന് പോകുന്നത്. വീട്ടിലേക്ക് പോവുകയാണ് വേങ്ങരയിലോട്ട്. അപ്പോൾ ഞങ്ങളിന്ന് മിനി ഊട്ടിയിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് വേണം മിനി ഊട്ടിയിലോട്ട് പോകാൻ. അപ്പോൾ രാവിലത്തെ ചായയുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 12 മണിയായപ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ വേങ്ങര പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് വേണം മിനി ഊട്ടി പോകാൻ. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മക്കളും ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വേങ്ങര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ പൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മച്ചി. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഈ മിനി ഊട്ടിയിലോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതുവരേക്കും പോയിട്ടില്ല. അവിടെ ആ ഒരു മിസ്റ്റി ലാൻഡ് വന്നതിന് ശേഷം നമ്മൾ പോയിട്ടില്ല. അതിന് കുറേ മുമ്പൊക്കെ പോവാറുണ്ട്, വെറുതെ ജസ്റ്റ് കാണാനൊക്കെ പോവാറുണ്ട്. അന്നൊന്നും അവിടെ ഒന്നും ഇല്ലായിരുന്നു കാര്യമായിട്ട്. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇങ്ങോട്ട് പോന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പോയി എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ സംഭവം എന്ന് വിചാരിച്ചിട്ടൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പക്ഷേ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് എത്തിക്കിട്ടാൻ തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം പിടിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് റോഡ് മോശമായിരുന്നു. പിന്നെ നമ്മൾ പോയ വഴി തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നമുക്ക് വേറൊരു റോഡുണ്ട്, അത് ഇത്ര മോശമില്ല എന്നാണ് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ അതിലൂടെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വേണം പോകാൻ. ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്, അരുവികൾ ഒളിച്ചു പോകുന്നതും അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ ഞങ്ങൾ അന്ന് ഇതുപോലെ വന്നപ്പോൾ കുറേ സമയം ഇവിടെ ചിലവഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു വൈകുന്നേരം. അന്നൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് ഇതൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ മിസ്റ്റി ലാൻഡ് വന്നതിന് ഈ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ റോഡിലോട്ട് ഇറങ്ങാനേ പറ്റില്ല. വണ്ടി നന്നായിട്ട് ബ്ലോക്കായി കിടക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയതിൻ്റെ ശേഷം നടക്കുകയാണ് കേട്ടോ. കാരണം ഉപ്പ പറഞ്ഞാൽ നിങ്ങൾ നടന്ന് പോയിക്കോളി, ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ ടൈം കിട്ടുമ്പോൾ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ നടന്നു പോന്നു. ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നു കേട്ടോ. നടന്നതിൻ്റെ ശേഷമാണ് വന്നത്. എന്ന് വെച്ചാൽ അത്രയും ടൈം ഇതായി പോകും. ഞങ്ങളിവിടെ എത്തിയ സമയത്തിന് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് ഇവിടെ മിസ്റ്റി ലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ച് വലിയ നല്ല കുറേ സ്പേസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കൂടുതൽ വലിയ സ്പേസൊന്നുമില്ല. ആളാണെങ്കിൽ കുറേ കൂടുതലും. അപ്പോൾ ഭയങ്കര തിരക്കായി അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു പ്രൈവസിയിൽ ഇരിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഇവിടെ അത്രയ്ക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ക്രൗഡ് കൊണ്ട് നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ വന്ന് 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് രാവിലെ വരുമ്പോൾ നല്ല തിരക്ക് കുറവാണെന്നുള്ളത്. സുബഹിസ്കരിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ വലിയ ജനവും ഉണ്ടാവില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കേട്ടോ. അപ്പോൾ സ്കൂളിലത് ഞായറാഴ്ചയും പിന്നെ അതുപോലെ തന്നെ അവധിയും കൂടി ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ ഈ ഒരു സമയമായപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 5:45 അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും നല്ല പോലെ കാണാൻ പറ്റില്ല. ഒരു 5 മണിക്കെങ്കിലും ഇവിടെ എത്തണം കേട്ടോ. നല്ല ഫോട്ടോക്കൊക്കെ നല്ലൊരു ഭംഗിയും ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. 6:15 6:20 ആകുമ്പോഴേക്കും പിന്നെ മൂടി തുടങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നല്ല കുറച്ച് ടൈം നമുക്ക് കിട്ടി കേട്ടോ. നമ്മൾ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ആ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് കിട്ടിയതാണ്. ഫുള്ള് പിന്നെ പാർക്കിങ്ങൊക്കെ കിട്ടിയിട്ട് വരികയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ 6:15 ആവും. അപ്പം അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി നമ്മൾ ഇവിടുത്തെ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ 100 രൂപ കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ. അപ്പോൾ അധികം ക്രൗഡില്ല അവിടെ. എല്ലാവരും മറ്റേ സ്ഥലത്തൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് ക്രൗഡ് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ റൈഡുകളൊന്നും കയറാൻ തന്നെ പറ്റിയിട്ടില്ല കുട്ടികൾക്കൊന്നും. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ആകെ കുറച്ച് റൈഡേ ഉള്ളൂ, ഒരു 4-5 റൈഡേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതിലും അങ്ങോട്ടൊന്നും പോയില്ല. വെറും ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രം കയറിയിട്ട് ഇറങ്ങിയിട്ട് പോകുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുൽഫിയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കാം. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.